മര്യാദയ്ക്ക് ആ ഒരു മാപ്പ് എന്റെ കയ്യിലേക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. അതല്ല വിളച്ചിലെടുക്കാനുള്ള പരിപാടിയാണെങ്കിൽ വെല്ലച്ചനാണെന്ന് ഞാൻ നോക്കില്ല, തലയിൽ ഒരു ഓട്ടയെടുത്ത് പറയാണ്. എന്നാൽ ഈ സമയത്ത് ഇവളുടെ വെല്ലച്ചിന്റെ ടീമിലുണ്ടായിരുന്ന ഒരാള് ഒരു ചങ്ങല എടുത്തിട്ട് അവളുടെ കഴുത്തിലേക്ക് ഇട്ട് വലിക്കുകയാണ്. അവൾ നിന്നിട്ടുണ്ടായിരുന്നത് രണ്ടാം നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചങ്ങല കഴുത്തിലിട്ട് വലിച്ചു കഴിഞ്ഞപ്പോ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് അവൾ താഴേക്ക് വീഴാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കും ഇപ്പൊ നിലത്തേക്ക് വീണ് പോവാണ്. എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും നമ്മുടെ വില്ലനായിട്ടുള്ള ഡോങ് ബ്രൗണും അവന്റെ ആൾക്കാരും കൂടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഹീറോയിന് നല്ല ഷോക്കാവാണ്. ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് അവളുടെ കഴുത്തിലേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിന്റെ അച്ഛൻ ആ ഒരു മാപ്പ് തീർച്ചയായിട്ടും നിനക്ക് തന്നിട്ടുണ്ടാവും, മര്യാദയ്ക്ക് ആ ഒരു മാപ്പ് എന്റെ കയ്യിലേക്ക് തന്നോന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ വില്യമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യാന്നറിയാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ വില്ലന്റെ ടീമിലുള്ള ഒരാള് അവിടേക്ക് വെള്ളം കുടിക്കാനായിട്ട് ഒരു ബാരൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ വില്യം ആണെന്നുണ്ടെങ്കിൽ അയാളുടെ അരയിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗൺ പൗഡറിന്റെ പൗച്ച് മെല്ലെ തുറന്നു വിടുകയാണ്. വെടിമരുന്ന് ഇപ്പൊ മെല്ലെ മെല്ലെ താഴേക്ക് വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇയാൾ പോകുന്ന ഭാഗത്ത് മുഴുവനും ഈ ഒരു ഗൺ പൗഡർ ഇങ്ങനെ പരക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വില്ലനായിട്ടുള്ള ബ്രൗണിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ബാരൽ തുറന്നിട്ട് അതിന്റെ അകത്ത് ഒരു ഇലക്ട്രിക് വെയിലിനെ പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ഇപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. മര്യാദയ്ക്ക് ആ ഒരു മാപ്പ് എനിക്ക് തന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ചാവാർ അടിയിക്കുമെന്ന് പറയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിന്റെ ടീമിലുണ്ടായിരുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഴുകുതിരി എടുത്തിട്ട് നമ്മുടെ വില്യമിന് കൊടുക്കുന്നുണ്ട്. വില്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഴുകുതിരി നിലത്ത് കിടക്കുന്ന ആ ഒരു വെടിമരുന്നിന്റെ മുകളിലേക്ക് ഇടുകയാണ്. പിന്നെ പറയണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഒരു ബ്ലാസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചിട്ട് വില്ലന്റെ ആൾക്കാരെ ശ്രദ്ധ മാറിയ ആ ഒരു സമയത്ത് നമ്മുടെ ഗ്ലാസ് പൂളും ഹീറോയിനും എല്ലാവരും കൂടിയിട്ട് വില്ലന്റെ ആൾക്കാരെ അടിച്ച് കൂട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ വില്ലനാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് അയാളുടെ ഏട്ടനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള ആ ഒരു മാപ്പ് വാങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൗണിന്റെ കത്തി എടുത്തിട്ട് അയാളുടെ ഏട്ടന്റെ വയറിന്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടാണ് ഇവൻ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്ന ഒരാള് ഇവന്റെ കൈ തട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു കത്തി ബ്രൗണിന്റെ ഏട്ടന്റെ വയറിലേക്ക് തന്നെ കയറി പോവാണ്. ഇപ്പോ നമ്മുടെ വില്ലനാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയാണ്, നീ കാരണം ഞാൻ എന്റെ ഏട്ടനെ കുത്തി കൊന്നടാ എന്ന് പറഞ്ഞിട്ട് അവനെയും വെട്ടിക്കൊല്ലുകയാണ്. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈറ്റ് കൂടി ഒരു ഭാഗത്ത് നിന്നിട്ട് അതിലെ വരുന്നവനെയും പോകുന്നവനൊക്കെ എടുത്തിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. വില്യമാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഹീറോയിന്റെ വെല്ലിച്ചിന്റെ അടുത്ത് പോയിട്ട് അയാളുടെ ശരീരം മുഴുവനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ അയാളുടെ കയ്യിലുള്ള മാപ്പ് നമ്മുടെ വില്യമിന് കിട്ടുകയാണ്. അവന് ഈ ഒരു മാപ്പ് കിട്ടിയ കാര്യം ആരോടും പറയാതെ അവന്റെ ഡ്രസ്സിന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ച് വെക്കുകയാണ്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു വിളക്കിന്റെ മുകളിലേക്ക് നമ്മുടെ ഹീറോയിൻ ചാടി കയറുന്നുണ്ട്. എന്നിട്ട് അതിൽ സ്വിങ് ചെയ്തിട്ട് ഇപ്പൊ രണ്ടാമത്തെ ഫ്ലോറിന്റെ മുകളിലേക്ക് നമ്മുടെ ഹീറോയിൻ വന്ന് ചാടുകയാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ താഴെ നിൽക്കുന്നുണ്ടായിരുന്ന ബ്രൗൺ അവന്റെ ഗൺ എടുത്തിട്ട് നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ വില്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വില്യമും ഗ്ലാസ് ബോളും കൂടി കൂടിയിട്ട് അവളെ കവർ ചെയ്തിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇവർ പുറത്തേക്ക് പോകുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു ബോർഡ് കാണാണ്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിലും ഒരുപാട് നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒരു കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു നമ്പേഴ്സ് ലൊക്കേഷൻ ആണ്. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു നമ്പർ ആണ് അത് എന്നുള്ളത് നമ്മുടെ ഹീറോയിൻ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ഇവരെല്ലാരും കൂടിയിട്ട് ബ്രൗണിന്റെ ടീമിന്റെ അടുത്ത് രക്ഷപ്പെട്ട് പോവാണ്. അങ്ങനെ ഒരു വിധത്തില് കടലിലുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിന്റെ കപ്പലിൽ എത്തിയിട്ടുണ്ട്. പൈററ്റ്സിന്റെ കൊടിയും പറത്തിയിട്ട് നേരെ നടുക്കടലിലേക്ക് പോകുന്നുണ്ട്.